ഗുഡ് മോർണിംഗ് എവരിവൺ. പ്രൈസ് ഗോഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾക്കറിയാം നമ്മുടെ ദൈവത്തിൻ്റെ കൽപ്പനയാണ് നമ്മൾ കമ്മ്യൂണിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുള്ളത്, അല്ലേ? ദൈവത്തിൻ്റെ ടേബിൾ, ഗോഡ്സ് ടേബിളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുള്ള ദൈവത്തിൻ്റെ കൽപ്പനയാണ്. അപ്പോൾ 1 കൊരിന്ത്യരിലേക്ക് പോകുമ്പോൾ 11 ചാപ്റ്ററിലൊക്കെ നമ്മൾ വായിക്കുന്ന കാര്യമാണ്, അല്ലേ? അപ്പം നുറുക്കി നമ്മളെല്ലാവരും കഴിക്കണം എന്നുള്ള ദൈവത്തിൻ്റെ കൽപ്പനയാണ്, അല്ലേ? അത് നമ്മളെല്ലാവരും മിക്കവാറും തന്നെ എല്ലാ ചർച്ചകളിലും എല്ലാ സൺഡേയും ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ എന്തിനാണ് അത് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ദൈവം അത് പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ട്? എന്തിനാണ് യേശുക്രിസ്തു പറഞ്ഞത്, അല്ലേ? നമ്മൾ ദൈവം പറയുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ ചെയ്യേണ്ട വ്യക്തികളാണ്, അത് വാസ്തവം. പക്ഷേ ദൈവത്തിന് നമ്മൾ ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് ദൈവത്തെ വിശ്വസിക്കണം എന്ന് താല്പര്യപ്പെടുന്നില്ല. ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ദൈവത്തെ നമ്മൾ മനസ്സിലാക്കുക, അല്ലെ? മനസ്സിലാക്കുന്നതിൽ നിന്ന് നമ്മൾ വിശ്വസിച്ചാൽ മതി. അതാണ് ദൈവത്തിന്റെ താല്പര്യം നമ്മളെ പറ്റിയുള്ളത്. അപ്പൊ ദൈവം യേശുക്രിസ്തു എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അല്ലെ? തന്റെ ബോഡിയും തന്റെ ഫ്ലഷും ബ്ലഡും നമ്മൾ കഴിക്കണം, യേശുവിൽ വിശ്വസിക്കുന്നവർ കഴിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ കാര്യം എന്താണ്, അല്ലെ? അപ്പൊ അതിനെപ്പറ്റി നമുക്കൊന്ന് ചിന്തിക്കാം. ഒരു ചെറിയ ടോപ്പിക്ക് നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ മുമ്പോട്ട് പോകുന്നതിന് മുമ്പായിട്ട് താങ്ക് യു ജീസസ് മാസ്റ്റർ. കർത്താവ്, അങ്ങയുടെ വചനത്തിന് നന്ദി പറയുന്നു, ഞങ്ങളോട് സംസാരിക്കാൻ നന്ദി പറയുന്നു, അങ്ങയുടെ ഫ്ലഷിനായിട്ടും അങ്ങയുടെ ബ്ലഡിനായിട്ട് നന്ദി പറയുന്നു കർത്താവ്. താങ്ക് യു ജീസസ് മാസ്റ്റർ. ഇറ്റേണൽ ലൈഫിനായിട്ട്, നിത്യജീവനായിട്ട് ഞങ്ങൾ ഒരുക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു കർത്താവ്. താങ്ക് യു എൻ്റെ പ്രേസി മാസ്റ്റർ. ഇന്ന് ഞങ്ങളോട് സംസാരിക്കണമേ, എല്ലാ ദിവസവും സംസാരിക്കുന്ന പോലെ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. അപ്പൊ നമുക്കിന്ന് യുനോ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം, ലൂക്കോസിലേക്ക് പോകുമ്പോൾ 22 ചാപ്റ്ററിന്റെ 15 വാക്കില് യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അവൻ അവരോട് പറഞ്ഞു, ഞാൻ കഷ്ടം അനുഭവിക്കും മുമ്പ് ഈ പെസഹ നിങ്ങളോട് കൂടെ കഴിപ്പാൻ വാഞ്ചയോടെ ആഗ്രഹിച്ചു. അപ്പൊ യേശു തന്റെ ശിഷ്യന്മാരോട് പറയപ്പോ അവസാനത്തെ പെസഹ, അല്ലെ? അവസാനത്തെ പെസഹ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ സഹനത്തിന് മുമ്പുള്ള പെസഹ. അപ്പൊ പെസഹ കുഞ്ഞാടാണ് യേശുക്രിസ്തു, അല്ലെ? എല്ലാം കാണിക്കുന്നത് ഉൽപ്പത്തി തൊട്ട് ഇങ്ങോട്ടുള്ള സകല കാര്യം, റെവലേഷൻ വരെ, വെളിപാട് വരെയുള്ള എല്ലാം കാണിക്കുന്ന യേശുവിനെ പറ്റിയാണ്, അല്ലെ? അപ്പൊ യേശു ഇങ്ങനെ പറയാം, ഈ പെസഹ നിങ്ങളുടെ ഒപ്പം ഞാൻ കഴിക്കണം എന്ന് വളരെയധികം വാഞ്ചിച്ചു എന്ന് പറയാം. അപ്പൊ അവരുടെ ഒപ്പം കഴിക്കണം എന്ന്, ഇപ്പൊ ഇങ്ങനെ താൻ മരിക്കാൻ പോകുന്നു, ഇനിയിപ്പോ അധികം നാളുകൾ തന്റെ ശിഷ്യന്മാരുടെ ഒപ്പം ഇല്ലല്ലോ, അതേ ദിവസങ്ങൾ ഇനി ശിഷ്യന്മാരുടെ ഒപ്പം ഇല്ല, എനിക്ക് ഇനി ഇവരുടെ കൂടെ ഇങ്ങനെ പെസഹ കഴിച്ച് ഇങ്ങനെ നടക്കാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ ഓർത്തിട്ടാണോ ഇങ്ങനെ പെസഹ കഴിക്കണം എന്ന് യേശുക്രിസ്തു ഇങ്ങനെ വളരെയധികം വാഞ്ചിച്ചത്, അല്ലെ? അതുകൊണ്ടാണോ? അതായിരിക്കുമോ കാര്യം? അതൊന്നുമല്ല, അല്ലെ? അതിനേക്കാൾ ഉപരിയായിട്ട് ദൈവം യേശുക്രിസ്തു സ്പിരിറ്റാണ്, സ്പിരിച്വൽ ആണ്, അല്ലെ? എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യനായിട്ട് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ പോലും, പക്ഷെ സ്പിരിച്വൽ ആയിട്ടുള്ള ലൈഫാ യേശുക്രിസ്തു എന്താ പറയുക ലീഡ് ചെയ്തത്, അല്ലെ? അപ്പൊ അങ്ങനെയാകുമ്പോ ഹ്യൂമൻ ഇമോഷൻസിനൊക്കെ എന്താ പറയാ മാനുഷികമായിട്ടുള്ള ആ ഒരു ഫീലിങ്സിനൊക്കെ പ്രാധാന്യമുണ്ടെങ്കിൽ പോലും പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായിട്ടാണ് യേശുക്രിസ്തു സ്പിരിറ്റിന്റെ ഇമോഷനിലാണ്, മനസ്സിന്റെ ഇമോഷനിൽ, നമ്മുടെ ആത്മാവിന്റെ പ്രാണിന്റെ ഇമോഷനിൽ, മനസ്സിന്റെ ഇമോഷനുണ്ട്, നമുക്ക് നമ്മുടെ സ്പിരിറ്റിന്റെ ഇമോഷൻ ഉണ്ടല്ലേ? അപ്പൊ സ്പിരിറ്റിന്റെ ഇമോഷനിലാണ് യേശുക്രിസ്തു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. സ്പിരിറ്റിലായിരുന്നല്ലോ, ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ കൺട്രോൾ ചെയ്യപ്പെട്ടായിരുന്നല്ലോ യേശുക്രിസ്തു ഈ ലോകത്തിൽ ജീവിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരോടൊപ്പം തന്നെ ശിഷ്യന്മാരോടൊപ്പം വെറുതെ ഒരു പെസഹ ആഘോഷിക്കണം എന്നതിനെ പറ്റിയല്ല പറയുന്നത്. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് ദൈവം ഇങ്ങനെ പറയുക, ആ ദിവസം എന്താ പറയുക, യേശുക്രിസ്തുവിന് ബിട്രേ ചെയ്ത ദിവസം, അല്ലേ? നമ്മളിപ്പോ കൊരിന്ത്യർക്ക് 1 കൊരിന്ത്യന്റെ 11 പോകുമ്പോൾ ഇങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കും, പോൾ പറഞ്ഞിരിക്കും, പ്രാപിച്ചോ നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ കർത്താവ് യേശുക്രിസ്തു കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്തുനിന്ന് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്ത്, ഈ പാനപാത്രം എന്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെ കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അപ്പൊ ദൈവം യേശുക്രിസ്തു ഇവരോട് പറഞ്ഞ്, ഞാൻ വളരെയധികം വാഞ്ചിക്കും നിങ്ങളുടെ ഒപ്പം ഈ പെസഹ കഴിക്കാൻ എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം ഇതാ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു ഒരു നിത്യമായിട്ടുള്ള ഒരു സത്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടി, മനുഷ്യവർഗത്തിന് ജീവിക്കുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള കാര്യത്തെപ്പറ്റി സംസാരിക്കുന്നതിന് വേണ്ടിയാണ് യേശു പറഞ്ഞത്, എനിക്ക് ഇന്നത്തെ പെസഹ, അല്ല, ഈ പെസഹ നിങ്ങളുടെ ഒപ്പം കഴിക്കണമെന്ന് വളരെയധികം ഞാൻ വാഞ്ചിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അല്ലെ, ഇത് എന്റെ
എന്താ പറയാ എൻ്റെ ശരീരമാണ് അല്ലെ, എൻ്റെ ശരീരമാണെന്നും വീഞ്ഞെടുത്തിട്ട് പറയും ഇത് എൻ്റെ രക്തമാണെന്ന് പറയും. അപ്പൊ യേശു പറയും ഇത് നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ശരീരം എൻ്റെ ഓർമ്മയ്ക്ക് ഇത് ചെയ്യുവിൻ അല്ലെ. അവിടെ തന്നെ അത്താഴം കഴിച്ചതിന് ശേഷം പാനപാത്രം എടുത്തിട്ട് പറഞ്ഞു, ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. അപ്പൊ ദൈവം യേശുക്രിസ്തു അവിടെ ഒരു പുതിയ നിയമം മനുഷ്യന്റെ മുമ്പിൽ വെക്കുക ചെയ്തിരിക്കുന്നത്. ഒരു കവനന്റ്, പുതിയ കവനിലേക്ക് പോകുന്നത് തന്റെ രക്തത്തിലുള്ള ഒരു കവനന്റ് അല്ലെ. അതോടൊപ്പം തന്നെ തന്റെ ശരീരത്തെ പറ്റിയും പറഞ്ഞിരിക്കും, ഇതെന്റെ ഓർമ്മയ്ക്കായിട്ട് നിങ്ങൾ ചെയ്യുവൻ എന്നും പറഞ്ഞിരിക്കുന്നു അല്ലെ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ അതിന്റെ ഉത്തരം എന്തിനാണ് അങ്ങനെ അല്ലെ, എന്തിനാണ് തന്റെ ശരീരം കഴിക്കാൻ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് യോഹന്നാന്റെ 6 പോകുമ്പോൾ കാണാൻ പറ്റും. എന്തുകൊണ്ടാണ് യേശുക്രിസ്തു അത്രയ്ക്ക് അത് ഈഗറായിട്ട് വളരെയധികം ആഗ്രഹിച്ച് തന്നെ ആ പാസ് ഓവർ കൂടണമെന്നും പിന്നെ ആ പാസ് ഓവറിന് മുമ്പ് എന്താ പറയാ, ആ ഭക്ഷണത്തിന്റെ ഇടയിൽ അല്ലെ, പാസ് ഓവർ മീലിന്റെ ഇടയിൽ തന്റെ ശരീരമാണിതെന്ന് പറഞ്ഞ് കഴിക്കാൻ പറഞ്ഞതിന്റെ കാര്യം ഇവിടെ യോഹന്നാന്റെ 6 പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം യോഹന്നാന്റെ 6 വരുമ്പോ യേശുക്രിസ്തു 5000 പുരുഷന്മാരെ അല്ലെ ഭക്ഷണം കൊടുക്കുന്നു. പിന്നെ ബാക്കി സ്ത്രീകളും കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് നിറച്ച് ഒരു നല്ല എമൗണ്ട് ഓഫ് ആൾക്കാർ, 10,000 പേരും കൊണ്ട് വിചാരിച്ചു. അത്രയധികം വളരെയധികം ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്നു. ഇതൊക്കെ കണ്ട് ഭക്ഷണമെല്ലാം കഴിച്ച് അവർ വയറ് നിറഞ്ഞു കഴിഞ്ഞപ്പോ പിറ്റേ ദിവസവും പിന്നെ ഇവര് യേശുവിനെ തപ്പി വരുവാണ് അല്ലെ. അപ്പൊ അവര് അവിടെ യേശുവിനെ കണ്ടില്ല. പിന്നെ കാപ്പർനൗമൊക്കെ വന്നു കഴിയുമ്പോഴേക്കും യേശുവിനെ കാണുന്നു. അപ്പൊ ഇവര് ഇങ്ങനെ യേശുവിനോട് പറയുക, ഗുരു ഇവിടെ എപ്പോഴാണ് വന്നതൊക്കെ ചോദിക്കുക. അപ്പൊ യേശു ഇങ്ങനെ പറയാ, ദ തിങ് ഈസ് ദാറ്റ് നിങ്ങളിപ്പോ എന്നെ തിരക്കിയോടെ വന്നിരിക്കുന്നത്, നിങ്ങൾ ഞാൻ ചെയ്ത മിറക്കിളൊന്നും കണ്ടിട്ട് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ടൊന്നും വന്നിരിക്കുന്ന കാര്യമൊന്നുമില്ല. നിങ്ങളുടെ ഭക്ഷണം, നിങ്ങളുടെ വയറ് നിറഞ്ഞു അല്ലെ. നിങ്ങളുടെ വയറ് നിറഞ്ഞ പിന്നെ പിറ്റേ ദിവസം ഭക്ഷണത്തിനായിട്ട് വന്നിരിക്കും ആൾക്കാർ അല്ലെ. അപ്പൊ യേശു അവരോട് പറയും, നിങ്ങളിങ്ങനെ നശിച്ചു പോകുന്ന ഭക്ഷണത്തിനായിട്ട് നിങ്ങൾ വേലയെടുക്കാതെ നിങ്ങൾ നിത്യജീവനിലേക്കുള്ള ഭക്ഷണത്തിനാണ് വേലയെടുക്കുക. അപ്പൊ അവരിങ്ങനെ ചോദിക്കും, എന്ത് തരത്തിലുള്ളതാണ്, എന്ത് തരത്തിലുള്ള വർക്കാണ് ഞങ്ങൾ ദൈവത്തോട് ചെയ്യുന്നത്. അപ്പൊ യേശു അവർ പറയാ, യേശുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വർക്ക് അല്ലെ. അപ്പൊ പിന്നെ അവർക്കപ്പൊ അവരൊന്ന് ഇടയുക ചെയ്യുന്നത് അല്ലെ. അപ്പൊ അവരിങ്ങനെ പറയുന്നു, ഓക്കെ എന്ത് സൈന് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുന്നു അല്ലെ എന്നൊക്കെ പറയുന്നു. അപ്പൊ ഞങ്ങളുടെ പൂർവ്വ പിതാക്കന്മാരും മന്ന കഴിച്ചതാണ്, മോസസ് മന്ന കൊടുത്തതെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിന്റെയൊക്കെ താഴേക്ക് വന്ന വാക്കുകൾ യേശു പറയാം, 48 തൊട്ട് 58 വരെയുള്ള വാക്യം. അവൻ പറയാം, ശരിക്കുമുള്ള മന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താനാവുന്നു എന്ന് പറയുക. ഇങ്ങനെ ഞാൻ ജീവന്റെ അപ്പമാകുന്നു. നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ മരുഭൂമിയിൽ നിന്നും മന്ന തിന്നിട്ട് മരിച്ചുവല്ലോ. ഞാൻ ജീവന്റെ അപ്പമാകുന്നു. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ നിന്നും വന്നു മരുഭൂമിയിൽ മന്ന തിന്നിട്ട് മരിച്ചുവല്ലോ. ഇതോ തിന്നുന്നവൻ മരിക്കാതിരിക്കേണ്ടത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്ന അപ്പം ആകുന്നു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാൻ ആകുന്നു. ഈ അപ്പം തിന്നുന്നവൻ എല്ലാം എന്നേക്കും ജീവിക്കും. ഞാൻ കൊടുപ്പാനിരിക്കുന്ന അപ്പമോ ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എന്റെ മാംസമാകുന്നു. ആകയാൽ യഹൂദന്മാർ നമുക്ക് തന്റെ മാംസം തിന്നേണ്ടതിന് തരുവാൻ ഇവന് എങ്ങനെ കഴിയും എന്ന് പറഞ്ഞ് തമ്മിൽ വാദിച്ചു. യേശു അവരോട് പറഞ്ഞു, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെ ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവൻ ഇല്ല. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവൻ ഉണ്ട്. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. എന്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എന്റെ രക്തം സാക്ഷാൽ പാനീയമാവുന്നു. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എന്മൂലം ജീവിക്കും. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഇത് ആകുന്നു. പിതാക്കന്മാർ തിന്നുകയും മരിക്കുകയും ചെയ്തപോലെ അല്ല, ഈ അപ്പം തിന്നുന്നവർ എന്നേക്കും ജീവിക്കും. അപ്പൊ യേശുക്രിസ്തു അന്ന് പെസഹാന്റെ ദിവസം അന്ന് രാത്രിയിൽ പെസഹ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ തന്റെ ശിഷ്യന്മാരുടെ മുമ്പിൽ വെച്ച് ആ ബ്രെഡ് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എടുത്ത് മുറിച്ച് അവരുടെ എന്റെ ഫ്ലഷ് ആണെന്നും അല്ല എന്റെ ശരീരമാണെന്നും പിന്നെ കപ്പെടുത്തിട്ട് ഇത് എന്താ പറയണ എന്റെ രക്തമാണെന്ന്, ഒരു ന്യൂ കവനന്റിന്റെ രക്തമാണെന്നൊക്കെ പറഞ്ഞതിന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് കാര്യം. ഇവിടെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്തിനാണ് മനുഷ്യര്
ഈ യേശുക്രിസ്തുവിന്റെ ശരീരം കഴിക്കണം എന്ന് പറഞ്ഞതിന്റെ കാര്യം ഇവിടെയാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ജീവന്റെ അപ്പമാകുന്നു. അവൻ പറയും ഞാനാണ് ജീവന്റെ അപ്പം. ഭക്ഷണം കഴിക്കുന്നത് നമ്മള് 3 നേരം 4 നേരം 5 നേരം ഒക്കെ ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ നശിച്ചു പോകുന്ന ശരീരത്തിന് വേണ്ടിയാണെങ്കിൽ അല്ലെ, യേശു എന്ന അപ്പം കഴിക്കാതിരിക്കുന്ന വ്യക്തികൾ മരണത്തിലേക്ക് നടന്നു പോയിക്കൊണ്ടും അവര് മരിച്ചവരാണ്. യേശു എന്ന അപ്പം കഴിക്കണം അല്ലെ, കാരണം അവനാണ് ജീവൻ. യേശു ഉള്ളിന്റെ ഉള്ളിൽ ഇല്ലെങ്കിൽ ജീവനില്ല നമ്മൾക്ക് അല്ലെ. അപ്പൊ അവനാണ് ജീവന്റെ അപ്പം എന്ന് പറഞ്ഞിരിക്കുന്നത്. 5ാമത്തെ വാക്ക് പറയും, ഇതോ തിന്നുന്നോ മരിക്കാതിരിക്കേണ്ട സ്വർഗത്തിൽ നിന്ന് ഇത് ഇറങ്ങുന്ന അപ്പമാകുന്നു. അവനെ പറ്റിയാ പറയുന്നത് അല്ലെ. സ്വർഗത്തിൽ നിന്ന് വന്നിരിക്കുന്ന അപ്പമാണ് യേശുക്രിസ്തു വന്നിരിക്കുക. ഇനി ഇവിടെ പറയുക 51ാമത്തെ വാക്ക്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. ഈ അപ്പം തിന്നുന്നവർ എല്ലാം എന്നേക്കും ജീവിക്കും. ഞാൻ കൊടുപ്പാനിരിക്കുന്ന അപ്പമോ ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എന്റെ മാംസമാകുന്നു. ഇവിടെ പറയൂ 54ാമത്തെ വാക്ക്, എന്റെ മാംസം തന്നെയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്ന നിത്യജീവൻ ഉണ്ട്. ഞാൻ ഒരു ഒടുക്കത്തെ നാൾ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. 56ാമത്തെ വാക്ക്, എന്റെ മാംസം തന്നെയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്ന എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു അല്ലെ. അപ്പൊ ഇതാ ദൈവം പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തു തന്റെ ശരീരം കഴിക്കാൻ നമ്മൾ പറഞ്ഞിരിക്കുന്നത് നിത്യജീവന് വേണ്ടിയാണ്. അവൻ ജീവനാണ് അല്ലെ. അപ്പൊ 56ാമത്തെ വാക്ക് പറയാ, യേശുവിന്റെ രക്തം കുടിക്കുകയും യേശുവിന്റെ മാംസം ഭക്ഷിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ നമ്മൾ അവനിലും അവൻ നമ്മളിലും വസിക്കുന്നു എന്ന് വെച്ചാൽ ഒന്നാകുന്നു, ഒന്നായിത്തീരുന്നു. അപ്പൊ നമ്മളോട് ദൈവം കമ്മ്യൂണിയൻ എടുക്കാൻ പറയുമ്പോൾ, ദൈവത്തിന്റെ ഗോഡ്സ് ടേബിൾ എടുക്കാൻ പറയുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളത് എടുക്കുമ്പോൾ നമ്മൾ യേശുക്രിസ്തുവുമായിട്ട് ഒന്നായിത്തീരുക ചെയ്യുന്നത് അല്ലെ. യേശുക്രിസ്തുവായിട്ട് ഒന്നായിത്തീരുമ്പോൾ യേശുക്രിസ്തു ജീവനായതുകൊണ്ട് ജീവൻ നമ്മളിലൂടെ ഒഴുകുകയും നമ്മൾക്ക് ജീവൻ ഉണ്ടാവുകയും ചെയ്യുകയും ചെയ്യുന്നത്. അവനാണ് ആ മുന്തിരി ചെടി അല്ലെ. ആ മുന്തിരി ചെടിയോട് ഒട്ടി നിന്നെങ്കിൽ മാത്രമേ ബ്രാഞ്ചിന് ജീവനുള്ളൂ അല്ലെ. ബ്രാഞ്ച് വേറെ നിൽക്കുന്നെങ്കിൽ ബ്രാഞ്ചിന് ജീവനില്ല. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് അവൻ നമ്മുടെ ഉള്ളിലും നമ്മൾ അവനിലാണെങ്കിൽ. യോഹന്നാന്റെ 15 അങ്ങനെയല്ല പറഞ്ഞേക്കുന്നത്. നമ്മൾ അവനിലാണെങ്കിൽ അവൻ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അവന്റെ വചനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചോദിച്ചാലും ദൈവം ചെയ്തു തരുന്നു പറഞ്ഞു. അപ്പൊ ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉള്ളിൽ യേശുക്രിസ്തു ഉണ്ടായിരിക്കുക, നമ്മൾ യേശുവിലായിരിക്കുക. അത് മാത്രമേ പിതാവിന് സ്വീകാര്യമായിട്ടുള്ളൂ അല്ലെ. അപ്പൊ യേശു ജീവനായതുകൊണ്ട് ആ ജീവൻ നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മൾക്കും ജീവൻ കിട്ടും. നമ്മുടെ ആത്മാവിന് നമ്മുടെ സ്പിരിറ്റിന് പുതുതായിട്ട് വീണ്ടും പ്രാപിച്ച സ്പിരിറ്റിന് ദൈവത്തിന്റെ വചനമാണ് ആവശ്യം അല്ലെ. നമ്മുടെ സോളിന് അല്ലെ, പ്രാണന് റിവൈവ് ചെയ്തുകൊണ്ടിരിക്കണം എന്നും ട്രാൻസ്ഫോം ദൈവത്തിന്റെ നോളജോട് നമ്മൾ എപ്പോഴും ട്രാൻസ്ഫോം ചെയ്തുകൊണ്ടേയിരിക്കണം അല്ലെ. നമ്മുടെ മനസ്സിനെ പുതുക്കിക്കൊണ്ടിരിക്കണം. റോമക്കത്തിലേക്ക് 12ാമത്തെ ചാപ്റ്ററിൽ അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്, ബൈ റിന്യൂയിങ് ഓഫ് ദ മൈൻഡ് നമുക്ക് ട്രാൻസ്ഫോർമേഷൻ ബി ട്രാൻസ്ഫോം ബൈ ദ റിന്യൂയിങ് ഓഫ് ദ മൈൻഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ട്രാൻസ്ഫോർമേഷൻ വരും, നമ്മുടെ മനസ്സിനെ മനസ്സിനെ എങ്ങനെ പുതുക്കാൻ പറ്റും? നമ്മുടെ നോളജ് കൊണ്ട്, നമ്മുടെ അറിവുകൊണ്ട്, യേശുക്രിസ്തുവിനെ പറ്റിയുള്ള അറിവ് കൊണ്ട് അല്ലെ. അപ്പം നമുക്ക് കൊളോസ്യക്കകത്ത് ലേഖനത്തെ 3ാമത്തെ ചാപ്റ്റർ അതാ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പുതുതായിട്ട് ജനിച്ചിരിക്കുന്ന വ്യക്തി നമ്മൾക്ക് പുതുക്കം പ്രാപിക്കുന്നത് ദൈവത്തിന്റെ നോളജ് കൊണ്ടാണ് അല്ലെ, അവനെ പറ്റിയുള്ള അവന്റെ അറിവിനെ കൊണ്ടാണ് അല്ലെ. അങ്ങനെ നമ്മുടെ മനസ്സിനെയും നമ്മുടെ മൈൻഡ് അല്ല, നമ്മുടെ മനസ്സിനെ പുതുക്കം പ്രാപിക്കുന്ന ദൈവത്തിന്റെ വചനം അനുസരിച്ച്, ദൈവത്തിന്റെ വചനം നമുക്ക് കൂടുതൽ അറിയുമ്പോൾ അല്ലെ, നമ്മുടെ ഉള്ളിലേക്ക് ദൈവത്തിന്റെ വചനം എന്നുള്ള വെളിച്ചം കയറുമ്പോൾ അല്ലെ, വചനം അനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് രൂപാന്തരം പ്രാപിച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് നമ്മുടെ സ്പിരിറ്റ് എന്ന് പറയുന്നത് മനുഷ്യന് 3 പാർട്ടുള്ളത്. സ്പിരിറ്റ് ഉണ്ട്, നമ്മൾ സ്പിരിറ്റ് ബീങ്ങുകൾ അല്ലെ. ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ ജനിപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ അല്ലെ. ബോൺ അഗൈൻ എന്ന് പറയുന്നത് ജോണിന്റെ 3ലേക്ക് പോകുമ്പോൾ യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ബോൺ അഗൈൻ എന്ന് പറയുന്നത് മനുഷ്യരായിട്ടല്ല ജനിച്ചിരിക്കുന്നത്, നമ്മൾ സ്പിരിറ്റ് ആയിട്ടാണ് ജനിച്ചിരിക്കുന്നത് അല്ലെ. നമ്മൾ സ്പിരിറ്റ് ബീയിങ്സ് ആണ്. നമുക്കൊരു സോളുണ്ട് അല്ലെ. നമ്മുടെ സ്പിരിറ്റും സോളും വസിക്കുന്ന ഒരു ബോഡിക്കകത്താണ്. നമ്മുടെ സ്പിരിറ്റ് ഓൾറെഡി വീണ്ടും ജന്മം പ്രാപിച്ചിരിക്കുന്നു. ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മുടെ സ്പിരിറ്റിലാണ് ജീവിക്കുന്നത്. നമ്മുടെ മൈൻഡ് ഉള്ള ഈ സോൾ എന്ന് പറയുന്ന പാർട്ട് അതിങ്ങനെ രൂപാന്തരം പ്രാപിച്ച് വരുന്നതേ ഉള്ളൂ. അത് രക്ഷപ്പെട്ടുകൊണ്ട് വരുന്ന
വരുന്നതേ ഉള്ളൂ, അല്ലെ? ഡേ ബൈ ഡേ ദൈവത്തിന്റെ ഇമേജിലേക്ക് മാറുമ്പോഴാണ് അതിങ്ങനെ എന്താ പറയാ അത് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണത്, അല്ലെ? അത് നമ്മുടെ മൈൻഡ്, നമ്മുടെ സോൾ ഇതുവരെ കംപ്ലീറ്റ് ആയിട്ട് രക്ഷിക്കപ്പെട്ടില്ല. ഓരോ ദിവസം അതുകൊണ്ടാണല്ലോ ദൈവം പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന്റെ ഗ്ലോറിയിലേക്ക് നമ്മൾ നോക്കിക്കൊണ്ട് ജീവിക്കുമല്ലേ. 2 കൊരിന്ത്യർ 3 ചാപ്റ്ററിന്റെ 18 വാക്കിൽ അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്, നമ്മള് യേശുവിലേക്ക് നോക്കിക്കൊണ്ട് ജീവിക്കുക, അവന്റെ ഗ്ലോറിലേക്ക് നോക്കുമ്പോൾ അവന് നമ്മൾ 1 ഡിഗ്രി ഗ്ലോറിന്ന് അടുത്ത ഡിഗ്രി ഗ്ലോറിയിലേക്ക് നമ്മൾ ട്രാൻസ്ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് രൂപാന്തരം പ്രാപിച്ചുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ പിന്നെ എന്താ പറയുക, നമ്മുടെ ശരീരത്തിന് രൂപാന്തരം പ്രാപിക്കുന്നില്ല, അത് ഇമ്മോർട്ടൽ ബോഡി ആയിട്ട് അത് മാറുന്ന ഒരു സമയം വരും, അല്ലെ? അപ്പൊ ഇതിനൊരു ട്രാൻസ്ഫോർമേഷൻ വരുന്ന സമയം വരും. പക്ഷെ അതുവരെ നമുക്ക് ഇവിടെ ജീവിക്കണ്ടേ, അല്ലെ? നമുക്ക് നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗം ഇങ്ങനെ റോട്ടനായിട്ടും വേറെ ഭാഗം നന്നായിട്ടും ഇരിക്കാൻ, നമ്മുടെ ജീവിതത്തിന്റെ നമ്മളെന്ന സത്വത്തിന്റെ ഒരു ഭാഗം റോട്ടനായിട്ടും ചീഞ്ഞിരിക്കുകയും ബാക്കിയുള്ള ഭാഗം നന്നായിട്ട് ഇരിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മളൊരു പച്ചക്കറി ഒക്കെ എടുക്കുവാണെങ്കിൽ നമ്മൾക്ക് ഒരു സൈഡ് ചീഞ്ഞിരിക്കുന്ന പച്ചക്കറിയാണ്, ബാക്കി സൈഡ് നല്ല പച്ചക്കറി ആണെങ്കിൽ പോലും നമ്മള് കുറച്ചൊക്കെ കട്ട് ചെയ്തൊക്കെ കളഞ്ഞിട്ട് എടുക്കാൻ ശ്രമിക്കും. പക്ഷെ എന്നാലും ആ അതൊരു നല്ലൊരു കാര്യമല്ലല്ലോ, അല്ലെ? എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം ചീഞ്ഞിരിക്കുന്നു, പക്ഷെ മനസ്സും അല്ലെങ്കിൽ നമ്മുടെ ആത്മാവും ഓൾറെഡി പുതുക്കം പ്രാപിച്ചതാണെന്ന് പറയുമ്പോൾ അത് ശരിയായിട്ടുള്ള കാര്യം. അപ്പൊ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ജീവിതം കൊടുക്കുക, കുറച്ച് ജീവൻ കൊടുക്കുക, പിന്നെ കുറച്ച് മാത്രം ജീവനില്ലായിരിക്കുക, ആ പരിപാടി ഇല്ല. ദൈവം എന്ന് പറഞ്ഞാൽ ജീവന്റെ സോഴ്സ് ആണ്, അല്ലെ? അപ്പൊ നമ്മുടെ ആത്മാവിൽ നമുക്ക് ജീവൻ ഉള്ളതുപോലെ, ഹോളി സ്പിരിറ്റ് ഗോഡ് ഉള്ളതുകൊണ്ട് ജീവൻ ഉള്ളതുപോലെ തന്നെ നമ്മുടെ സോളിന് എന്താ പറയുക ജീവൻ വേണം, നമ്മുടെ ശരീരത്തിനും വേണം ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, യേശുവിന്റെ ശരീരം എന്ന് പറയുന്നത് അത് ശരിക്കുമുള്ള ബ്രെഡാണ്, അല്ലെ? അത് കഴിക്കാൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കഴിക്കേണ്ടത് നമ്മുടെ ശരീരത്തിന് വേണ്ടിയല്ല. അപ്പൊ നമ്മുടെ ശരീരത്തിന് ജീവൻ കിട്ടണമെങ്കിൽ, അല്ലെ, ശരീരത്തെ തന്നെയല്ല നമ്മള് യേശുവിന്റെ ബ്രെഡ് എന്താ പറയാ ഫ്ലഷ് ശരീരം കഴിക്കുമ്പോൾ നമ്മൾ വിശ്വസിച്ചുകൊണ്ടാണ് നമ്മൾ കഴിക്കുന്നത്, അല്ലെ? അവനുമായിട്ട് ഒന്നായി തീരുകയും ചെയ്യുന്നു. അപ്പൊ അങ്ങനെ നമ്മുടെ സ്പിരിറ്റും റിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെ? അവനുമായിട്ട് ഒന്നായി തീരുമ്പോ അപ്പൊ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള റിന്യൂവൽ നടക്കുന്നത്, അല്ലെ? അപ്പൊ നമ്മൾ അവനിലായിരിക്കും, അവൻ നമ്മളിലായിരിക്കുകയും ചെയ്യുന്നു, അല്ലെ? വിശ്വാസത്തോടുകൂടി ചെയ്യുമ്പോൾ, അല്ലെ? വിശ്വാസം ഇല്ലാത്ത ആൾക്കാർ ചെയ്യുന്ന ഉണ്ട്. അപ്പൊ അവരെ പറ്റി തന്നെ പറഞ്ഞിട്ടുണ്ട്, കൊരിന്ത്യരുടെ 1:11 തന്നെ, 1 കൊരിന്ത്യർ 11 പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയുള്ള ആൾക്കാര് വിശ്വാസമില്ലാതെ പാപത്തിലായിരിക്കുന്ന വ്യക്തികൾ എന്ന് ദൈവത്തിന്റെ ടേബിൾ എടുത്തു കഴിയുമ്പോഴേക്കും ഗോഡ്സ് ടേബിൾ എടുത്തു കഴിയുമ്പോഴേക്കും അവർക്ക് അസുഖങ്ങളായി പോകുന്നു, ചിലര് മരിച്ചു പോവുക തന്നെ ചെയ്യുന്നു, അല്ലെ? അത് ദുരന്തത്തിലേക്ക് അത് കൊണ്ടുപോകത്തുള്ളൂ. അപ്പൊ അങ്ങനെ നമ്മള് എന്താ പറയാ സത്യമില്ലാതെ, പ്യൂരിറ്റി ഇല്ലാതെ, ഹോളിനെസ് ഇല്ലാതെ നമ്മൾ അതിനായിട്ട് പോകും. നമ്മളെ തന്നെ നമ്മളൊന്ന് ജഡ്ജ് ചെയ്തുകൊണ്ട് എവിടെയെങ്കിലൊക്കെ നമുക്ക് തിരുത്താനുള്ള കാര്യങ്ങൾ തിരുത്തിക്കൊണ്ട് പോകണം, അല്ലെ? അപ്പോ മനുഷ്യന്റെ ഇപ്പൊ ദൈവത്തിന്റെ ടേബിൾ കൊണ്ട്, കമ്മ്യൂണിയൻ കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നതാണ് നമ്മുടെ ഉള്ളിൽ ജീവൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്, അല്ലെ? ജീവന്റെ സോഴ്സ് യേശുവാണ്. അവൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുക, നമ്മുടെ ആത്മാവും നമ്മുടെ പ്രാണൻ നമ്മുടെ ബോഡിയും റിന്യൂ ചെയ്യണം എന്ന് ആണ് ദൈവത്തിന്റെ ആഗ്രഹം, അല്ലെ? ദൈവം അത് തന്നെ നമ്മളെ പറ്റി ഉദ്ദേശിക്കുന്നതും, അല്ലെ? റിന്യൂ ചെയ്യണം തന്നെയല്ല, ദൈവത്തിന്റെ ആ എന്താ പറയാ ലൈഫ് നമ്മൾ കൂടെ കംപ്ലീറ്റ് ആയിട്ട് ഒഴുകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു, അല്ലെ? ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ശരീരം ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ട് ശരീരത്തിന് ഇതുവരെ ട്രാൻസ്ഫോർമേഷൻ വന്നിട്ടില്ലല്ലോ. ഈ ലോകത്തിന്റെ പാർട്ടായിട്ട് നിൽക്കുമല്ലോ ഇപ്പോഴും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ഫോളൻ നേച്ചറിന്റെ അതുപോലെ തന്നെയാണ് ഇപ്പൊ നമ്മുടെ ശരീരമുള്ളത്. ആ ശരീരം പോകും, അല്ലെ? മരണം എന്ന് പറഞ്ഞാല് നമ്മുടെ സംബന്ധിച്ചിടത്തോളം ഈ ശരീരം പോകുന്നതിന് വേണ്ടിയുള്ളതാണ്. അപ്പൊ അത് കഴിയുമ്പോൾ നമുക്ക് പുതിയ ശരീരം ദൈവം തരും, അല്ലെ? യേശുവിന്റെ സമയത്താകുമ്പോഴേക്ക് നമുക്ക് പുതിയ ശരീരം തരും. അപ്പൊ ഈ ശരീരം ഇവിടുന്ന് പോയേ പറ്റത്തുള്ളൂ. പക്ഷെ നമ്മുടെ സമയം എത്തുന്നോളം വരെ നമ്മൾക്ക് ഇവിടെ നേരെ ജീവിക്കണം, അല്ലെ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ യേശുവിന്റെ ജീവൻ കംപ്ലീറ്റ്ലി ഫ്ലോ ചെയ്യുന്ന ആൾക്കാരായിരിക്കണം, അല്ലെ? യേശു എന്ന വയലിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആൾക്കാരായിരിക്കണം, അല്ലെ? അപ്പൊ ദൈവം ഇങ്ങനെ നമ്മോട് പറഞ്ഞിരിക്കുന്നത്, നമ്മള് യേശുവിന്റെ ടേബിളിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ജീവനം നമ്മുടെ ഉള്ളിൽ കൂടെ വരുന്നു. അപ്പൊ അങ്ങനെയാകുമ്പോ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ അസുഖങ്ങളൊക്കെ പോയേ പറ്റത്തുള്ളൂ, അല്ലെ? നമ്മൾ അവനുമായിട്ട് ഒന്നായി തീരുകയോ ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അസുഖം എന്ന് പറയുന്നത് നമ്മുടെ ഫോളൻ നേച്ചർ, നമ്മളെ പാപത്തിന്റെ അസുഖങ്ങളും
എന്താ പറയാ മരണമെല്ലാം വന്ന് പാപത്തിൽ നിന്നാണല്ലോ. പാപം കൊണ്ടാണല്ലോ ഇതെല്ലാം അസുഖങ്ങളൊക്കെ വന്നത്. അല്ലാതെ പാപമില്ലായിരുന്ന സമയത്ത് ആടത്തിന് ഈവിനൊന്നും ഒരു അസുഖം ഉണ്ടായിരുന്നില്ല. അപ്പൊ അസുഖങ്ങള് എന്താ പറയാ പട്ടിണി, പരിവട്ടം, ഓരോ ഡിപ്രഷൻ, അങ്ങനെ എല്ലാ കാര്യങ്ങളും വന്നത് അല്ലെ. നമ്മുടെ ഇടയിലേക്കുള്ള പ്രശ്നങ്ങള്, ക്രിമിനൽ പ്രശ്നങ്ങൾ, അങ്ങനെ എല്ലാം അല്ലെ നമ്മളിന്ന് ലോകത്തിൽ കാണുന്ന സകല കാര്യങ്ങളും വന്നതിന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പാപമാണ്. അതിന്റെ എല്ലാത്തിന്റെയും ഒറിജിൻ എന്ന് പറഞ്ഞാൽ, അതിന്റെ തുടക്കം എന്ന് പറഞ്ഞാല് പാപമാണ്. കാര്യം എന്താന്ന് വെച്ചാൽ യേശു നമ്മളെ സൃഷ്ടിച്ചപ്പോ ഗാർഡൻ ഓഫ് ഈഡനിൽ വെച്ച് നമുക്ക് പാപം ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിത്യജീവനാണ് ദൈവം നമ്മൾക്ക് വെച്ചിരുന്നത് അല്ലെ. പക്ഷെ ആ നിത്യജീവനില് പാപം കയറി കഴിഞ്ഞപ്പോഴാണ് ബാക്കി അതിൻ്റെതായിട്ടുള്ള ഡീകെ വന്നത് അല്ലെ. ഡീകെ എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്, ആ ദ്രവിച്ചു പോകുന്ന ഒരു അവസ്ഥ. അസുഖം എന്ന് പറഞ്ഞാൽ ഡീകെ ആണല്ലോ അല്ലെ. ഓരോ ആൾക്കാരും നമുക്കറിയാം ക്യാൻസർ ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കൽ പോലും അവർ റിക്കവർ ചെയ്യാതെ അവരെ മരണത്തിലേക്ക് അവര് ആയിപ്പോകുന്നു അല്ലെ. യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ചിരിക്കാത്ത ആൾക്കാർ അവരാ മരണത്തിൽ കൂടെ അവരുടെ ശരീരവും അവരുടെ ആത്മാവും പ്രാണനും എല്ലാം കംപ്ലീറ്റ് മരണത്തിലേക്ക് ആയിപ്പോകുന്നു അല്ലെ. അപ്പൊ അത് വന്നത്, ആ ഒരു ഡീകെ വന്നത് പാപത്തിൽ നിന്നാണ്. അപ്പൊ ശരീരത്തില് ഇന്നും എന്താ പറയാ ആ പാപത്തിന്റെ ആ ഒരു ഒരു എന്താ പറയുന്നെ ആടത്തിന്റെ DNA നമ്മുടെ ശരീരം ഒരിക്കൽ പോലും വിട്ടു പോന്നിട്ടില്ല. പക്ഷേ ദൈവം നമ്മൾക്ക് ഒരു ഹെൽപ്പ് ചെയ്ത് തരുവാണ്. ഇവിടെ തന്റെ ശരീരം അല്ലെ, യേശുവിന്റെ ശരീരം, യേശുവിന്റെ രക്തവും നമ്മൾ എടുക്കുമ്പോ എന്താ പറയാ ജീവനാണ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. നമ്മുടെ ശരീരത്തിലേക്ക് കൂടെ, നമ്മുടെ ആത്മാവിലേക്ക് തന്നെയല്ല, നമ്മുടെ പ്രാണനിലേക്ക് തന്നെയല്ല, ജീവൻ നമ്മുടെ ഉള്ളിലേക്ക് വരുവാണ്. നമ്മള് അവനുമായിട്ട് ഒന്നായി തീരുകയാണ് ചെയ്യുന്നത് അല്ലെ. അതല്ല ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. 56ാമത്തെ വാക്ക് എഴുതിയിരിക്കുന്നത്, എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവർ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു അല്ലെ. അപ്പോൾ നമ്മൾ ഓരോ ആഴ്ചയിലും ഈ കമ്മ്യൂണിയൻ അല്ലെങ്കിൽ ഗോഡ്സ് ടേബിൾ എടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ആ മാംസവും രക്തവും വരുമ്പോൾ നമ്മൾ അവനിലും അവൻ നമ്മളിലുമായി തീരുക ചെയ്യുന്നു, ഒന്നായി തീരും. അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ പ്രശ്നങ്ങൾ, നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ എല്ലാം മാറിയേ പറ്റത്തുള്ളൂ അല്ലെ. നമ്മൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ നമ്മൾ കമ്മ്യൂണിയൻ എല്ലാ ദിവസവും നമ്മുടെ വീട്ടിലെടുക്കുകയാണെങ്കിൽ ആ അസുഖത്തോട് നമ്മൾ പറയുന്നത്, നിനക്ക് സ്ഥാനമില്ല, എന്റെ ഉള്ളിലേക്ക് ജീവനാണ് വന്നിരിക്കുന്നത്, യേശുവിന്റെ ജീവനാണ് വന്നിരിക്കുന്നത്. യേശുവിന്റെ ജീവൻ വരുമ്പോൾ പിശാചിന് എന്ത് കാര്യമിരിക്കുക, ഡാർക്ക്നെസ്സിന് എന്ത് കാര്യം, പാപത്തിന് എന്ത് കാര്യം ഇരിക്കുന്നു. നമ്മുടെ പാപത്തിൻ്റെതായിട്ടുള്ള ഈ അസുഖങ്ങൾക്ക്, പാപം വഴി വന്ന അസുഖങ്ങൾക്ക് എന്ത് കാര്യം ഇരിക്കും നമ്മുടെ നമ്മുടെ ശരീരത്തിൽ. ജീവൻ വന്നു കഴിയുമ്പോ ബാക്കി ചത്തതെല്ലാം പോയേ പറ്റത്തുള്ളൂ അല്ലെ. അപ്പോ അതാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്, യേശുവിന്റെ ശരീരവും ഭക്ഷിക്കുന്നവരും പിന്നെ എന്താ പറയണേ രക്തം കുടിക്കുന്ന വ്യക്തികളും ആയിരിക്കുക നമ്മളെന്ന് പറയുന്നത്. ജീവൻ വേണം, നമ്മുടെ ഉള്ളിൽ നിത്യജീവൻ വേണം. നമ്മുടെ ആത്മാവിന് തന്നെ പോരാ, നമ്മുടെ സ്പിരിറ്റിന് തന്നെ പോരാ, നമ്മുടെ എന്താ പറയാ സോളിന് തന്നെ പോരാ, നമ്മുടെ ശരീരത്തിനും കൂടെ വേണം അല്ലെ. നമ്മുടെ ശരീരത്തിനും എന്താ പറയാ പ്രാണൻ ജീവന്റെ ആവശ്യമുണ്ടല്ലോ നമുക്ക് അല്ലെ. നമുക്കറിയാം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, റോമർക്കെതിരായിട്ട് 8ാമത്തെ ചാപ്റ്ററിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, എന്താ പറയുന്നത്, പാപം ഉള്ളതുകൊണ്ട്, പാപത്തിന്റെ പാർട്ടായിട്ടുള്ളതുകൊണ്ട് ഈ DNA ഇപ്പോഴും നമ്മള് ശരീരത്തിന്റെ DNA അല്ലെ, ആടത്തിന്റെ വകയായിട്ടുള്ളതാണെങ്കിൽ കൊണ്ട് എന്താ പറയുക നമ്മുടെ ശരീരം ഡെഡ് ആയിരിക്കും. യേശുക്രിസ്തു നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ശരീരം ചിലപ്പോ ഡെഡ് ആയിരിക്കും, പക്ഷെ എന്നാലും നമ്മുടെ സ്പിരിറ്റ് അല്ലെ, നമ്മുടെ സ്പിരിറ്റ് എല്ലായ്പ്പോഴും സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ് ഗോഡ് വസിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മുടെ മോട്ടൽ ശരീരത്തിനും കൂടെ എന്താ പറയുക നമ്മുടെ വൈറ്റാലിറ്റി, ജീവൻ തരുകയോ തന്നെ ചെയ്യുന്നത് അല്ലെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇനി വേറൊരു കാര്യം പറയട്ടെ, എന്തിനാണ് ഇങ്ങനെ ഇപ്പൊ നമ്മൾ പറഞ്ഞു, യേശുക്രിസ്തു പറഞ്ഞു തന്റെ ശരീരം കഴിക്കാൻ പറഞ്ഞു അല്ലെ. നമുക്കറിയാം 1ാമത്തെ പത്രോസിൽ 2ാമത്തെ ചാപ്റ്ററിലൊക്കെ നമുക്ക് എഴുതിയിട്ടുണ്ട്, ക്രോസ് ഓഫ് കാൽവറിയിൽ അല്ലെ നമ്മുടെ എന്താ പറയാ നമ്മളെ വീണ്ടെടുപ്പിന് വേണ്ടി തന്നെ, നമ്മുടെ ഹീലിങ്ങിനും കൂടെ, നമ്മുടെ ശരീരത്തിന്റെ ഹീലിങ്ങിനും കൂടി ഉള്ളതാണ് യേശുക്രിസ്തു ക്രോസ് ഓഫ് കാൽവരിയിൽ മരിച്ചതല്ല. അപ്പൊ ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കുക, ക്രോസ് ഓഫ് കാൽവരി, യേശുക്രിസ്തു ക്രോസ് ഓഫ് കാൽവരിയിൽ മരിച്ചതാണ് നമ്മുടെ ക്രിസ്ത്യാനിറ്റിന്റെ സെന്റർ തന്നെയല്ല, ദൈവത്തിന്റെ സ്നേഹത്തിന്റെ സെന്ററും നമ്മളുടെ ദൈവമായിട്ടുള്ള നടപ്പിന്റെയും ഈ ലോകത്തിന്റെ മൊത്തം ക്രിയേഷന്റെയും ഇനി വരാനിരിക്കുന്ന ലോകത്തിന്റെയും എല്ലാത്തിനും സകലതിന്റെയും സെന്റർ എന്ന് പറഞ്ഞാല്, ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാല് ക്രോസ് ഓഫ് കാൽവരി യേശുക്രിസ്തു മരിച്ചതാണ്.
ക്രോസ് ഓഫ് കാൽവറിയിൽ യേശുക്രിസ്തു മരിച്ചത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്താ ഈ ഈ ഈ ലേഡി എന്താ ഇപ്പൊ പറഞ്ഞു കൂട്ടുന്നെന്ന്. യേശുക്രിസ്തു ആണ് നമ്മുടെ എല്ലാത്തിന്റെ സോഴ്സ്, നമ്മളുടെ എല്ലാത്തിന്റെ ഒറിജിൻ, നമ്മുടെ ജീവന്റെ ഒറിജിൻ. അവനാണ് ജീവന്റെ ഒറിജിൻ, അവനാണ് ജീവൻ എന്നുള്ള കാര്യം അറിയില്ല. ജീവന്റെ ഒറിജിൻ എന്ന് പറഞ്ഞ യേശുക്രിസ്തുവാണ്. കൊളോസ്യർക്കെഴുതിയ ലേഖനത്തിലേക്ക് പോകുമ്പോൾ 1-ാമത്തെ ചാപ്റ്ററിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഇംഗ്ലീഷ് ബൈബിളിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന ത്രൂ ഹിം, ബൈ ഹിം, ഫോർ ഹിം എന്നാ പറഞ്ഞിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ത്രൂ, അവൻ വഴി, അവനാൽ, അവന് വേണ്ടി എന്നാ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ യോഹന്നാന്റെ ഒരു സുവിശേഷം 1-ാമത്തെ ചാപ്റ്ററിൽ അങ്ങനെ പിന്നെ പറഞ്ഞിരിക്കുന്നത്, സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന എല്ലാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന യേശുക്രിസ്തു വഴിയാണ്. എന്ന് വെച്ചാൽ അവനിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും, അല്ലെ? നമുക്കറിയാം. പിന്നെ വേറൊരു കാര്യം ഇങ്ങനെ പറഞ്ഞ യേശുക്രിസ്തുവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്, ലോകാരംഭത്തിന് മുമ്പേ അറക്കപ്പെട്ട കുഞ്ഞാടാണ്, അല്ലെ? അതെന്താണ് ലോകാരംഭത്തിന് മുമ്പ് അറക്കപ്പെട്ടത്? ലോകാരംഭത്തിന് മുമ്പ് നമ്മളില്ലായിരുന്നല്ലോ, അല്ലെ? നമ്മളില്ലായിരുന്നല്ലോ. പിന്നെ എന്തിനാണ്? നമ്മുടെ പാപം നമ്മൾ ചെയ്തിട്ടില്ലായിരുന്നല്ലോ, അല്ലെ? ആ സമയത്ത് നമ്മളിൽ നമ്മുടെ പാപവും വന്നിട്ടില്ല. പിന്നെ എന്തിനാണ്? ക്രോസ് ഓഫ് കാൽവരി പാവത്തിന് വേണ്ടി മാത്രമുള്ളതാണെങ്കിൽ, പാവത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മാത്രം ഉള്ളതാണെങ്കിൽ, പിന്നെ എന്തിനാണ് അറുക്കപ്പെട്ട കുഞ്ഞാടായിരുന്നു യേശുക്രിസ്തു ലോക ആരംഭത്തിന് മുമ്പ്? യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരു ഗോതമ്പ് മണി വീണ് ചത്തെങ്കിൽ മാത്രമേ അതിൽ നിന്ന് വളരെ അധികം ഗോതമ്പ് മണികളെ പിന്നെ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ, ചെടി അതിൽ നിന്ന് വളരാൻ പറ്റത്തുള്ളൂ, അല്ലെ? അതോ ചാകാതിരിക്കുവാണെങ്കിൽ, എന്ന് വെച്ചാൽ ഗോതമ്പ് മണി താഴെ വീഴാതിരിക്കുവാണെങ്കിൽ അതിനൊരു ഒറിജിൻ ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. യേശുക്രിസ്തുവിന്റെ മരണത്തിൽ നിന്ന് കൂടിയാണ് നമ്മളെ എല്ലാവരെയും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മളുടെ ജീവൻ വന്നിരിക്കുന്നത്, നമ്മുടെ ജീവിതം വന്നിരിക്കുന്നത് യേശുക്രിസ്തു വഴിയാണ്, അല്ലെ? അതുമാത്രമല്ല, കൊളോസ്യർക്കെഴുതിയ ലേഖനത്തിൽ 1-ാമത്തെ ചാപ്റ്റർ ദൈവം എന്താ പറഞ്ഞിരിക്കുന്നത്? അവൻ വഴി, അവന് വേണ്ടി എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നതിന്റെ കാര്യം, അല്ലെ? യേശുവാണ് റൂട്ട്, യേശുവാണ് ഒറിജിൻ എന്നുള്ളത്. അപ്പം നമ്മുടെ ഉള്ളിൽ ജീവൻ വേണമെങ്കിൽ അവന്റെ ജീവൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം, അല്ലെ? അപ്പൊ അതിനായിട്ടാണ് യേശുക്രിസ്തു പറയുന്നത്, തന്റെ ഫ്ലഷ്, അല്ലെ, തന്റെ ശരീരം എന്താ കഴിക്കാൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അവൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുന്നത്. യേശുക്രിസ്തു മാത്രമാണ് ജീവന്റെ ആധാരം എന്നുള്ളത്. ഇനി ഇത് ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. നേരത്തെ പറഞ്ഞ പോലെ മനുഷ്യവർഗത്തിന്റെ നിലനിൽപ്പിന്റെയും ദൈവത്തിനും മനുഷ്യവർഗത്തിലുള്ള സ്നേഹത്തിന്റെയും അങ്ങനെ എല്ലാത്തിന്റെയും സെന്റർ എന്ന് പറഞ്ഞാൽ യേശു ക്രോസ് ഓഫ് കാൽവറിയിൽ മരിച്ചതാണ്, അല്ലെ? അപ്പോ അങ്ങനെയാകുമ്പോ നമുക്കറിയാം, എന്താ പറയുന്നത്, ഈ ഒരു കാര്യം ഒന്ന് വിചാരിച്ചു നോക്കിയേ. യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷവും അതിനുശേഷം യോഹന്നാൻ, അല്ലെ, പത്മസ് ദ്വീപിൽ വെച്ച് ആ വിഷൻ ഉണ്ടാകുമ്പോൾ യേശുക്രിസ്തുവിനെ കാണുവാണ്, അല്ലെ? അപ്പോൾ 5-ാമത്തെ ചാപ്റ്ററിലേക്ക്, റെവലേഷന്റെ 5-ാമത്തെ, വെളിപാടിന്റെ 5-ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോഴും അവിടെയും, അല്ലെ, എന്നാൽ സ്ക്രോൾ തുറക്കാൻ, അല്ലെ, ആരുമില്ലാതെ, അതിന് വേർത്തിയായിട്ട് ആരും ഇല്ലാതിരിക്കുന്ന സമയത്ത് കുഞ്ഞാടിന് മാത്രമേ ഉള്ളൂ, അർക്കപ്പെട്ട കുഞ്ഞാടിന് മാത്രമേ ഉള്ളൂ സ്ക്രോൾ ഓപ്പൺ ചെയ്യാനുള്ള അധികാരമുള്ള, അവകാശമുള്ളൂ, അല്ലെ, വേർത്തുള്ളൂ. അപ്പൊ അപ്പോഴും യേശുക്രിസ്തുവിനെ കാണുന്നത് എന്താ പറയുക, ക്രൂശിതനായിട്ടുള്ള യേശുക്രിസ്തുവിനെ തന്നെ കാണുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞാടിനെ കാണുന്ന, അറക്കപ്പെട്ട കുഞ്ഞാടിനെ തന്നെ കാണുന്നത്. യേശുക്രിസ്തു എന്താ പറയുക, ഉയർത്തെഴുന്നതിന് ശേഷം തന്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുമ്പോഴും തന്റെ ആണിപ്പഴുതുള്ള ആ കൈകൾ തന്നെ കാണിച്ചു കൊടുക്കുന്നു. അപ്പൊ ഇന്നും യേശുവിന്റെ കയ്യിലൊക്കെ അതുകൊണ്ട് ആണിപ്പഴുതുകളുണ്ട്. ഇന്നും പിതാവിന്റെ വലഭാഗത്ത് നിൽക്കുന്ന തന്റെ രക്തവുമായിട്ടാണ്. ഇന്നും എന്താ പറയുക, ആ യേശു തന്റെ ആ എന്താ പറയുക, ക്രൂശിതനായിട്ടുള്ള ആ ഒരു ക്രൂശിക്കപ്പെട്ട ശരീരത്തെ ഒന്നവർ ഉപേക്ഷിച്ചിട്ട് അത് ഉപേക്ഷിക്കത്തില്ല. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് എല്ലാത്തിന്റെ സെന്റർ, അല്ലെ? നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ എല്ലാത്തിനും സൃഷ്ടിക്കുന്നതിന് വേണ്ടിയും നമ്മളെ പാപത്തിന് പരിഹാരമായിട്ടും എന്താ പറയാ, ലോകാരംഭത്തിന് മുമ്പേ യേശുക്രിസ്തുവിനെ പിതാവ് ക്രൂശിതനാക്കിയതാണ്, അല്ലെ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കലി അല്ല, സ്പിരിച്വലി, അല്ലെ? സ്പിരിച്വൽ റിലംസിൽ, അല്ലെ? സ്പിരിച്വൽ റിലംസിലാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ആദ്യം അത് കഴിഞ്ഞാണ് ഫിസിക്കൽ റിലംസിലേക്ക് അത് മാനിഫെസ്റ്റ് ചെയ്ത് നമുക്ക് വരാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ടാണല്ലോ ദൈവത്തിന്റെ ബുക്കിൽ നമ്മുടെ ഓരോ ദിവസവും ദൈവം എഴുതി വെച്ചിട്ടുണ്ട്, അല്ലെ? ദൈവത്തിന്റെ കണക്ക് പ്രകാരം, അല്ലെ? അപ്പൊ ഇങ്ങനെ വിചാരിക്കരുത്, നമ്മളൊക്കെ ഓരോ ആൾക്കാരും മോശപ്പെട്ട രീതിയിൽ ചെയ്യുന്ന അതായത് ദൈവം അങ്ങനെ എഴുതി വെച്ചിട്ടാണ്. അങ്ങനെയല്ല. ദൈവത്തിന്റെ ഇഷ്ടത്തിന് പ്രകാരമുള്ള നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യമാണ് ദൈവത്തിന്റെ ബുക്കിൽ ദൈവം എഴുതി വെച്ചിരിക്കുന്നത്. അത് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും, അല്ലെ? ദൈവത്തിന് നമ്മളെ പറ്റി, നമ്മുടെ ഫ്യൂച്ചറിനെ പറ്റിയുള്ള വിചാരം അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതാണ്.
അല്ലെ? പിന്നെ നമ്മുടെ ഫ്രീ വില്ല് കിട്ടിയിരിക്കുന്നതുകൊണ്ട് നമുക്ക് തോന്നുന്ന രീതിയിലും നമ്മൾ ജീവിച്ചു പോകുന്നു അല്ലെ? മനുഷ്യർ ജീവിക്കുന്നു എന്നേ ഉള്ളൂ. ഇനി ഒരു കാര്യം പറയട്ടെ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇതാണ് സെന്ററാണ് എന്ന് ഞാൻ പറഞ്ഞത്. യേശുക്രിസ്തുവിന്റെ മരണം, ക്രോസ് ഓഫ് കാൽവറിയിലെ മരണം അതാണ് ആം, എല്ലാത്തിന്റെ സെന്റർ എന്ന് പറഞ്ഞപ്പോ അത് ഓൾഡ് ടെസ്റ്റ്മെന്റിൽ നിന്നും കൂടെ ഒന്നുകൂടെ ഒന്ന് പ്രൂവ് ചെയ്യാന്ന് വെച്ചോണ്ട് ഞാൻ പറയുവാണ്. നമുക്ക് ജനസസിലേക്ക് പോകുമ്പോ, ഉൽപ്പത്തിയിലേക്ക് പോകുമ്പോ 2ാമത്തെ ചാപ്റ്ററിൽ അല്ലെ മനുഷ്യനെ ദൈവം 1ാമത്തെ ചാപ്റ്ററിൽ സൃഷ്ടിച്ചതിനൊക്കെ പറ്റിയെല്ലാം പറഞ്ഞതിന് ശേഷം ഗാർഡൻ ഓഫ് ഈഡൻ സൃഷ്ടിക്കുന്നതിനെ പറ്റി പറയുന്ന 8ഉം 9ഉം വാക്കുകളൊക്കെ 2ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോ നമുക്കറിയാം യേശു പിതാവ് ഒരുപാട് വൃക്ഷങ്ങളൊക്കെ ഗാർഡൻ ഓഫ് ഈഡനിൽ സൃഷ്ടിക്കുന്നു. അപ്പൊ ആ ഗാർഡൻ ഓഫ് ഈഡന്റെ സെൻട്രലായിട്ട് ജീവന്റെ വൃക്ഷം സൃഷ്ടിക്കുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ജീവന്റെ വൃക്ഷം സൃഷ്ടിക്കുന്നു അല്ലെ? ട്രീ ഓഫ് ലൈഫ് സൃഷ്ടിക്കുന്നു. പിന്നെ ട്രീ ഓഫ് നോളജ് ഓഫ് നല്ലതും തിന്മയും തിരിച്ചറിയാനുള്ള അല്ലെ? അതിന്റെ പരിജ്ഞാനത്തിന്റെ ട്രീയും എല്ലാം സൃഷ്ടിക്കുന്നു അല്ലെ? അപ്പം എന്താ പറയാ ഗാർഡന്റെ സെൻട്രലില് അല്ലെ ജീവവൃക്ഷം അതുണ്ടായിരുന്നല്ലോ. അപ്പം നമുക്കറിയാം ഒരു കാര്യം. ആം, ആ ആദത്തിനും ഈവിനും ദൈവം സൃഷ്ടിച്ച സമയത്ത് അവരോട് ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് ഏത് വൃക്ഷത്തിൽ നിന്നും കഴിക്കാം, പക്ഷെ ഈ ട്രീ ഓഫ് ദ നോളജ് ഓഫ് ഗുഡ് ആൻഡ് ഈവിൾ അല്ലെ? നന്മയും തിന്മയുടെയും അതിന്റെ അറിവിന്റെ ആ വൃക്ഷം അത് നിങ്ങൾ കഴിക്കാൻ പോകരുത്. ബാക്കി എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം എന്ന് പറഞ്ഞിരിക്കുന്നു അല്ലെ? അപ്പോ പക്ഷെ അവര് ദൈവം പറഞ്ഞ വാക്കൊന്നും കേൾക്കാതെ അവര് പോയി നന്മയുടെ തിന്മയുടെ അത് ആ അറിവിന്റെ ആ വൃക്ഷത്തിൽ നിന്ന് അവർ അത് ഫ്രൂട്ട് കഴിക്കുന്നു. അതോടുകൂടി അവര് പാവത്തിലായി പോകുന്നു. അപ്പൊ 3ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ നമുക്കറിയാൻ പറ്റും ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുക. എന്താ പറയുക, അവിടെ ഇങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്, അവരെ ഗാർഡൻ ഓഫ് ഈഡനിൽ നിന്ന് അവരെ പുറത്താക്കുന്നു. എന്നിട്ട് ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഇവരിപ്പോ നമ്മളെപ്പോലെ ആയിത്തീർന്നിരിക്കുകയോ ചെയ്യുന്നു. അവർക്ക് നന്മയോ തിന്മയോ എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് വന്നിരിക്കുക. നമ്മൾ ഒരാളെ പോലെ ആയിത്തീർന്നിരിക്കുക അല്ലെ? അപ്പൊ അങ്ങനെയാകുമ്പോ ഇവരിനി ആ ജീവവൃക്ഷത്തിൽ നിന്ന് ഒരു ഫലം കൂടെ പറിച്ച് ജീവിക്കരുത് അല്ലെ? കാലാകാലങ്ങൾ നിത്യതയിൽ അവർ ജീവിക്കാൻ പോകരുത്. അപ്പൊ അതിനുവേണ്ടി അങ്ങനെ അവർ ചെയ്യാതിരിക്കാൻ വേണ്ടി ദൈവം അവരെ എന്താ പറയണേ ആ ഗാർഡൻ ഓഫ് ഈഡനിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നു അല്ലെ? അപ്പോ അങ്ങനെയാകുമ്പം ആ വൃക്ഷത്തിന്റെ ഫലം എന്ന് പറയുന്നത് അത് ജീവൻ കൊടുക്കുന്നതാണ്, നിത്യജീവൻ കൊടുക്കുന്നതാണ് അല്ലെ? അപ്പോ ദൈവം പിന്നെ മനുഷ്യരോട് ചെയ്ത ഏറ്റവും വലിയ ഉപകാരം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മനുഷ്യന്റെ ജീവിതം അത് കാലാകാലങ്ങളോട് നിത്യതയിൽ വരെ എത്തിച്ചില്ല. അതിന് പകരം ഫോളൻ ആയിട്ടുള്ള മനുഷ്യർ അല്ലെ, വീണുപോയിരിക്കുന്ന മനുഷ്യർ, പാവത്തിലായിരിക്കുന്നവരെ 120 സംവത്സരം കൊണ്ട് ദൈവം അത് നിർത്തി അല്ലെ? അപ്പോ അത് ദൈവം മനുഷ്യവർഗത്തിന് ചെയ്തു തന്ന ഒരു വലിയൊരു കാര്യമാണ്. അപ്പൊ ഒന്ന് വിചാരിച്ചു നോക്കിയേ, ആ എന്താ പറയാ ജീവവൃക്ഷത്തിന്റെ ഫലം അത് ജീവൻ കൊടുക്കുമെങ്കിൽ അല്ലെ, നിത്യ കൊടുക്കുമെങ്കിലും ആദവും ഈവും അതിന്റെ ഫലം കഴിച്ചിരുന്നെങ്കിൽ ആ പാപപൂർണമായിട്ടുള്ള അത് ആ ജീവിതം കൊണ്ട് അല്ലെ, ആ നശിച്ച ജീവിതം കൊണ്ട് അസുഖങ്ങളും രോഗങ്ങളും ഒക്കെ ആയിട്ട് പാപത്തിന്റെ ഫലമായിട്ടുള്ള അസുഖവും രോഗവും എല്ലാ കാര്യങ്ങളും വന്നു, ക്രൈമും അല്ലെ ഏബേലിനെ കായൻ കൊല്ലുന്ന കാര്യമൊക്കെ ഒന്ന് ഓർത്തു നോക്കി. അപ്പൊ കൊലപാതകങ്ങളും കുറ്റങ്ങളും കുറവുകളും അതെല്ലാം ആയിട്ട് ഇന്ന് കാണുന്ന സകല കാര്യങ്ങളുമായിട്ട് നിത്യതയിലും ജീവിക്കുക എന്ന് പറഞ്ഞുള്ള അവസ്ഥ ഒന്ന് ഓർത്തു നോക്കി. അപ്പൊ അതുകൊണ്ടാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് ആ ജീവവൃക്ഷത്തിൽ നിന്നുള്ള ഫലം കഴിക്കരുത് എന്ന് പറഞ്ഞത്. അത് കഴിപ്പിക്കരുത് എന്ന് വെച്ചുകൊണ്ട് തന്നെ ചെറൂബിമുകളെ കൊണ്ട് ആ ജീവവൃക്ഷത്തെ യേശു ക്രിസ്തു കാക്കുന്നു അല്ലെ? ഒരു എന്താ പറയാ അത് കാവലാക്കിയിട്ട് ആദ്യത്തെ ഇവര് അതിന് മുമ്പ് തന്നെ ഗാർഡൻ ഓഫ് ഈഡനിൽ നിന്ന് വിടുന്നു. ഇനി എന്താണ് ആ ജീവവൃക്ഷം എന്ന് പറയുന്നത് അല്ലെ? അത് എന്തിനാണ് ദൈവം അവിടെ വെച്ചിരുന്നത് അല്ലെ? എന്തുകൊണ്ടാണ് അതിന്റെ നടുക്ക്, ഗാർഡൻ ഓഫ് ഈഡന്റെ നടുക്ക് തന്നെ ജീവവൃക്ഷം ഉണ്ടായിരുന്നത്? അപ്പൊ വൃക്ഷം കാണിക്കുന്നു. അപ്പൊ ഇപ്പൊ നേരത്തെ അവള് പറഞ്ഞ പോലെ ആ ജീവവൃക്ഷത്തിൽ നിന്ന് കഴിച്ചു കഴിഞ്ഞാല് ആൾക്കാര് ജീവിതകാലം മൊത്തം ജീവിക്കുന്നു, എന്ന് വെച്ചാൽ ഇറ്റേണൽ ലൈഫ് കിട്ടുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെ? നിത്യജീവൻ ഉണ്ട് ആ ജീവവൃക്ഷത്തിൽ നിന്ന് കഴിക്കുവാണ്. അപ്പൊ എന്താണ് ആ ജീവവൃക്ഷത്തെ പറ്റി ദൈവം കാണിക്കുന്നത് എന്താണ്? അപ്പൊ നമുക്കറിയാം ഇസ്രായേൽ മക്കൾ ഈജിപ്തിൽ നിന്ന് പുറത്തിറങ്ങി വന്നപ്പോ ദൈവം കൊണ്ടുവന്നു കഴിഞ്ഞപ്പോ അവര് മാറാ എന്നുള്ള സ്ഥലത്ത് വന്നപ്പോ എക്സോഡസിന്റെ പുറപ്പാടിന്റെ 15 അവിടെ വന്നു കഴിഞ്ഞപ്പോ വെള്ളം അല്ലെ, അവർക്ക് വെള്ളമില്ല, വെള്ളം കയ്പുള്ള വെള്ളമാണ്. അപ്പൊ ദൈവം പറഞ്ഞു ഒരു മരം കാണിച്ചിട്ട് അത് എടുത്തിടാൻ പറഞ്ഞു, വെള്ളത്തിലേക്ക് ഇടാൻ പറഞ്ഞു. അപ്പൊ മോസസ് അത് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും
നോക്കിയാൽ വെള്ളം മധുരമായി തീർന്നിരിക്കുന്നു അല്ലെ. നമ്മളിനി അപ്പോസ്തല പ്രവൃത്തിയിൽ 5 പോകുമ്പോൾ നമുക്കറിയാൻ പറ്റും യേശുക്രിസ്തുവിന്റെ ക്രൂശിൻ മരണത്തെ പറ്റി പറഞ്ഞത് ഒരു ട്രീ മരത്തിൽ മരിച്ചിരിക്കുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. 1 പത്രോസിന് 2:24 അത് തന്നെ പറഞ്ഞു, മരത്തിൽ മരിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മരത്തിന് ആണ് യേശുക്രിസ്തു മരിച്ചത് അല്ലെ. മരത്തിന്റെ ഫലം എന്ന് പറയുന്നത് ജീവവൃക്ഷത്തിന്റെ ഫലം കഴിച്ചു കഴിയുമ്പോൾ നിത്യജീവൻ ഉണ്ടാവും എന്ന് പറയുമ്പോൾ എന്താ പറയാ, യേശുക്രിസ്തു ദൈവമാണല്ലോ അല്ലെ. അപ്പൊ എന്താ പറയാ, യോഹന്നാനിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെ 6-ാമത്തെ ചാപ്റ്ററിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, എന്റെ ശരീരം കഴിച്ചു കഴിഞ്ഞാൽ നിനക്ക് ജീവനുണ്ടാവും, നിത്യജീവൻ ഉണ്ടാവും എന്ന് പറഞ്ഞിരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാല് ആ ജീവവൃക്ഷവും ആ ജീവവൃക്ഷത്തിന്റെ ഫലവും എന്ന് പറഞ്ഞ എന്താ, ജീവവൃക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ വൃക്ഷം യേശുക്രിസ്തുവിന്റെ ക്രോസ് ആണെങ്കിൽ അതിന്റെ ഫലം എന്ന് പറഞ്ഞ യേശുക്രിസ്തുവിന്റെ ശരീരമാണ്. അത് ആ ജീവവൃക്ഷം കാണിക്കുന്ന ക്രോസ് ഓഫ് കാൽവരിനെ കാണിക്കുന്നത് അല്ലെ. ക്രോസ് ഓഫ് കാൽവരിനെ കാണിക്കുന്നത് യേശുവിന്റെ ശരീരത്തെ കാണിക്കുന്നത്. അവിടെ ആ യേശുവിന്റെ എന്താ പറയുക, ശരീരം കഴിച്ചെങ്കിൽ മാത്രമേ മനുഷ്യന് നിത്യജീവനുള്ളെന്ന് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ യേശുവിനെ പറഞ്ഞിരിക്കുന്ന സ്ക്രിപ്ചറുകളെല്ലാം പറയുന്നത് എന്നെ പറ്റിയാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അവിടെ ഒരു ജീവവൃക്ഷം വേണം എന്ന് ദൈവം തീരുമാനിച്ചതിന്റെ കാര്യം അല്ലെ. അപ്പൊ പാപം മനുഷ്യൻ ചെയ്യുമെന്നുള്ള കാര്യം ദൈവത്തിന് അറിയാമല്ലോ നേരത്തെ തന്നെ. അതുകൊണ്ടാണല്ലോ മനുഷ്യർ പാപം ചെയ്തപ്പോ തന്നെ മൃഗങ്ങളെ കൊന്ന് ദൈവം പെട്ടെന്ന് തന്നെ അവരെ വസ്ത്രം പോലെ എന്താ പറയാ പുതുപ്പിച്ചതിന്റെ കാര്യം, വസ്ത്രം കൊടുത്തതിന്റെ കാര്യം തന്നെ ഉണ്ടല്ലോ. പാപം മനുഷ്യർ ചെയ്യും എന്നുള്ള കാര്യം നേരത്തെ തന്നെ ദൈവത്തിന് അറിയാം അല്ലെ. മനുഷ്യന് ജീവൻ നിലനിർത്തണമെങ്കിൽ ഒരു ജീവൻ കൊടുക്കുന്ന ഒരു സോഴ്സ് ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം ദൈവത്തിന് അറിയാം. അപ്പൊ ആ വൃക്ഷം എന്നവിടെ പറയുന്നത് യേശുക്രിസ്തു ആണ്. യേശുവിന്റെ ക്രോസ് ഓഫ് കാൽവറിയിലെ മരണമാണ് അല്ലെ. ഇനി അതിന് ഒന്നും കൂടെ ഞാൻ പറയാം, ജീവവൃക്ഷത്തെ കാക്കുന്നതിന് വേണ്ടി ചെറൂബുകളെ നിർത്തി എന്നുള്ള കാര്യം നമുക്കറിയാം അല്ലെ. ദൈവം ചെറൂബുകളെ നിർത്തി ഒരു കറങ്ങുന്ന സോഡ് അല്ലെ, ഒരു വാൾ, ജീവമുള്ള വാളിനെയും നിർത്തി ദൈവം അവിടെ വെച്ചിരിക്കും. അപ്പൊ നമുക്കറിയാം ചെറൂബുകളെ പറ്റി പറയുമ്പോ സമാഗമന കൂടാൻ ടാബർനാക്കിളിന്റെ അകത്ത് അല്ലെ, എന്താ പറയാ ആർക്ക് ഓഫ് കവനന്റ് 2 സൈഡില് താഴെ 2 സൈഡില് ഇങ്ങനെ സീറ്റിലേക്ക് നോക്കുന്ന രീതിയിൽ ചെറൂബുകൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ അല്ലെ. അതുപോലെ തന്നെയാണ് എന്താ പറയാ ജോണിന്റെ 20 മേരി മാഗ്ദലിൻ ചെന്ന് നോക്കുമ്പോഴും യേശുവിനെ അടക്കിയിരുന്ന സ്ഥലത്ത് അവിടെ തലക്കിലും കാലിലുമായിട്ട് 2 മാലാഖമാരിയ്ക്കുന്ന കാഴ്ച കാണുന്നത്. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മൾ ആർക്ക് ഓഫ് കവനന്റിൽ അല്ലെ, ഹോളി ഓഫ് ഹോളിന്റെ ഉള്ളില് ഏറ്റവും പരിശുദ്ധമായിട്ടുള്ള സ്ഥലത്ത് അല്ലെ, മന്ന വെച്ചിരുന്ന ലോ എഴുതിയ പേടകം അല്ലെ, എന്താ പറയാ ആർക്കിന്റെ പൊക്കത്തിലും എന്താ പറയാ ആ ചെറൂബിന്റെ ഷേപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് ആ ആർക്ക് കാണിക്കുന്ന യേശുക്രിസ്തു അല്ലെ, ക്രൂശിതനായിട്ടുള്ള യേശുക്രിസ്തു, യേശുവിന്റെ ശരീരത്തെ കാണിക്കുന്നു അല്ലെ. അപ്പോ എന്താ പറയാ ഈ ട്രീ ഓഫ് ലൈഫിനെ, ജീവന്റെ വൃക്ഷത്തെ കാക്കുന്നതിന് വേണ്ടി ചെറൂബുകളെ ദൈവം അവിടെ ഏൽപ്പിച്ചിരിക്കുക. അപ്പൊ എന്താ ശരിക്കും പറഞ്ഞ ദൈവം പറയുന്നത്, തന്റെ മകന്റെ ശരീരം, തന്റെ മകൻ ക്രോസ് ഓഫ് കാൽവറിയിലെ യേശുക്രിസ്തു അല്ലെ, അതാണ് എന്താ പറയുക ജീവൻ പ്രദാനം ചെയ്യുന്നത്. യേശുവിന്റെ ശരീരമാണ് ജീവൻ പ്രദാനം ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോ ഇപ്പൊ ഇത് പറഞ്ഞതിന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ജീവൻ വേണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ യേശുവിന്റെ ശരീരം ഉണ്ടായിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ ശരീരം നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ നമ്മുടെ ശരീരത്തിന് ജീവനാണ്, നമ്മുടെ ആത്മാവിന് ജീവൻ, നമ്മുടെ പ്രാണന് ജീവനാണ് അല്ലെ. അവനും നമ്മൾ ആയിരിക്കും, അവൻ നമ്മുടെ ഉള്ളിൽ ആയിരിക്കും ചെയ്യുന്നത്. യോഹന്നാന്റെ 6:56 പറയുന്ന എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നു, എന്നിലും ഞാൻ അവനിലും ആവുന്നു. അപ്പൊ അങ്ങനെ വസിക്കുന്നു. അപ്പൊ അങ്ങനെയാകുമ്പോ നമുക്ക് ശരീരത്തിനൊക്കെ അസുഖങ്ങൾ കൊണ്ടെങ്കിൽ എന്താ പറയാ ദൈവത്തിന്റെ ഗോഡ്സ് ടേബിൾ അല്ലെ, നമ്മൾ ആ കമ്മ്യൂണിയൻ അല്ലെ, കർത്തൃമേശ എന്ന് പറയും, ഗോഡ്സ് ടേബിൾ കർത്തൃമേശ എടുത്താൽ മതി അല്ലെ. കമ്മ്യൂണിയൻ കർത്തൃമേശ എടുത്താൽ മതി. കർത്തൃമേശ എടുത്തു കഴിയുമ്പോ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് ദൈവത്തിന്റെ ജീവനാണ് അല്ലെ. ദൈവത്തിന്റെ ജീവനാകുമ്പോ ദൈവത്തിന്റെ ജീവൻ നിത്യജീവിതം നമ്മുടെ ശരീരത്തിൽ കൂടെ ഓടുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോ എന്താ പറയുക, സകലവിധത്തിലുള്ള അസുഖങ്ങളും മാറിയേ പറ്റത്തുള്ളൂ, പോയേ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ക്യാൻസർ ഉള്ള ആൾക്കാര് നിത്യമായിട്ട് എന്താ പറയുക
കുറേ ദിവസങ്ങളോളം അവരിങ്ങനെ എന്താ പറയുക കർത്തൃമേശ അവർ വീട്ടിൽ തന്നെ എടുത്തിട്ട് അല്ലെ, വീട്ടിൽ തന്നെ കർത്തൃമേശ എടുത്തിട്ട് ക്യാൻസർ മാറിയ ചരിത്രം അവരുടെ ടെസ്റ്റിമണി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് യേശു പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന അസുഖങ്ങളെല്ലാം മാറുന്നതിന് വേണ്ടി അല്ലെ, നമ്മൾക്ക് ജീവൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുന്നതിന് വേണ്ടി നമ്മൾ കർത്തൃമേശ എടുക്കണം. വളരെ പ്രധാനപ്പെട്ടതാണ്. വലിയൊരു അറിവാണത്. നമ്മൾ കർത്തൃമേശ എടുക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ യേശുവുമായിട്ട് ഒന്നായി തീരുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പോൾ ഇനിയെങ്കിലും കർത്തൃമേശ എടുക്കുമ്പോൾ നമ്മൾ വെറുതെ എങ്ങനെയെങ്കിലുമൊക്കെ എടുത്ത് തീർക്കാതെ നമ്മൾ എന്താ പറയുക അറിവോട് കൂടി എടുക്കും. അപ്പൊ അതിനെപ്പറ്റി എനിക്ക് പറയുള്ളൂ. അപ്പൊ ഒന്ന് പ്രാർത്ഥിച്ച് നിർത്താം. കർത്താവ് സമയത്ത് നന്ദി പറയുന്നു. താങ്ക് യു ജീസസ് മാസ്റ്റർ. അങ്ങയുടെ കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു കർത്താവെ. അങ്ങയുടെ രക്തത്തിനായിട്ട് അങ്ങയുടെ ശരീരത്തിനായിട്ട് ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ ശരീരം മുറിച്ചതിനായിട്ട് നന്ദി പറയുന്നു കർത്താവെ. ഞങ്ങൾക്ക് പിതാവിന്റെ പക്കലേക്ക് ഞങ്ങൾക്ക് എൻ്റർ ചെയ്യാനുള്ള കൃപ തന്നതിനായിട്ട് നന്ദി പറയുന്നു. അങ്ങയുടെ ശരീരം വഴി ഞങ്ങൾക്കൊരു പുതിയ വഴി ഉണ്ടാക്കിയിരിക്കുകയാണ് കർത്താവെ. പിതാവിന്റെ വലഭാഗത്തേക്ക് പിതാവിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾക്ക് എൻ്റർ ചെയ്യുന്നതിനായിട്ട്, ഞങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നതിനും, ഞങ്ങളെ ഹോളി ആക്കുന്നതിനും, ബ്ലെയിംലെസ് ആക്കിയതിനും, എബോവ് റിപ്രോച്ച് ആക്കിയതിനായിട്ട് നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിൽ. ആമേൻ. കേട്ടൻ നന്ദി. ദൈവത്തെ മഹത്വം.